ഹലോ നമസ്കാരം എല്ലാവർക്കും A to Z ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാലൂർ ചന്തത്തെ ഈ ആഴ്ചത്തെ കുറച്ച് കന്നുകളുടെ വില നിലവാരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോത്തുകളെ മേടിക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോൾ മേടിക്കണം, എപ്പോൾ പോത്തിനുള്ള വില ചന്തയിൽ കുറയും എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാ. കാരണം ഇപ്പം ചന്തയിൽ നല്ല രീതിക്ക് കുട്ടികൾക്ക് വില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പോത്തുകുട്ടികളെ മേടിക്കാൻ ഉന്തിത്തള്ളി കയറുന്നത് കൊണ്ടാണ് പെരുന്നാൾ കഴിഞ്ഞ ടൈമിലൊക്കെ പോത്തുകുട്ടികൾക്ക് നല്ല വില ചന്തയിൽ. ഇപ്പം ഒരുവിധം എല്ലാവരും പോത്തുകുട്ടികളെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്തയിൽ വില ഒന്ന് നല്ല രീതിക്ക് ഇരുന്നുണ്ട് കേട്ടോ. ഇന്ന് ചന്തയിൽ വന്നൊരു ചെറിയൊരു പോത്തുകുട്ടിയാണ് കേട്ടോ. 16,000 രൂപ മെയിൻ വില ചോദിക്കണ കുട്ടി ചോദിക്കണതാണ് കേട്ടോ. മുന്നൊക്കെ 16,000 17,000 വിറ്റ് പോയ കുട്ടിയാണ് ഒരു 3-4 മാസം മുന്നേ. അതുപോലെ തന്നെ നല്ല കറവ് പൈക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ. അപ്പോൾ ഇനി ആരെങ്കിലും പോത്തുകളൊക്കെ മേടിക്കാൻ ഉണ്ടെങ്കിൽ പറ്റിയ സമയമുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഇഷ്ടംമാതിരി പോത്തുകുട്ടികൾ ചന്തയിൽ വരുന്നുണ്ട്. എന്നാൽ അത് മേടിക്കാനുള്ള ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. കാരണം മുൻകൂട്ടി എല്ലാവരും മേടിച്ച് നിർത്തി, നല്ല വില ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും പോത്തുകളെ മേടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് കാലങ്ങളായിട്ട് ഉള്ളൊരു സംഭവമാണ്. ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പോത്തുകുട്ടികൾക്ക് വില കയറുക, അത് കഴിഞ്ഞൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ സമയമാകുമ്പോൾ പോത്തുകുട്ടികൾക്ക് കീഴ്പോട്ട് വില ഇറങ്ങുക. ഈ കൂട്ടത്തിലൊക്കെ നല്ല ക്ലാസ് കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ 28 രൂപ 27 രൂപ മേനി വില ചോദിക്കണ കുട്ടികൾ. ഒരു 3 മാസം മുന്നേ വരെ 35 രൂപ മേനി വില ചോദിച്ച കുട്ടികളായിരുന്നു അതൊക്കെ. പിന്നെ ഈ സൈഡിലുള്ള കുറച്ച് നാടൻ കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലാലൂർ ചന്തയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇടത്തരം ഈ 3-4-5 ലിറ്റർ പാല് കിട്ടുന്ന പൈക്കൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട് കേട്ടോ എല്ലാ ചന്തയിലും. പയ്യും കുട്ടിയും കൂടി ഇതൊരു മൂരിക്കുട്ടിയും പയ്യാണ് നിൽക്കുന്നത്. അത് ചോദിക്കണ വില എന്ന് പറയുന്നത് 32,000 രൂപ ഉണ്ടാ ഈ പൈക്കും കുട്ടിക്കും കൂടി ചോദിക്കണതാണ്. അത് വില പേശി ബാർഗൈൻ ചെയ്ത് എടുക്കാം. കാരണം ഇങ്ങനത്തെ നല്ല നല്ല പൈക്കൾ, അതുപോലെ തന്നെ വെച്ചൂരിൻ്റെ പൈക്കൾ, അതുപോലെ തന്നെ ഒരു 5-6 പ്രസവം കഴിഞ്ഞ വലിയ ടൈപ്പ് ഫാമിൽ നിന്നൊക്കെ ഒഴിവാക്കണ പൈക്കളും തമിഴ്നാട് പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട് കേട്ടോ. തമിഴ്നാട് പൈക്കൾ നമ്മൾ ഓടിച്ചെന്ന് എടുക്കണം എന്ന് പറയില്ല. കാരണം നോക്കി കണ്ടൊക്കെ എടുക്കുക, വല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു കടിഞ്ഞൂല് പയ്യുണ്ടത്, കടിഞ്ഞൂല് ചെനയൊക്കെയുള്ള പിടിച്ചിട്ടുള്ള ഒരു പയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ഇത്തിരി കൂടിയും പാലുള്ള ഒരു 6-7 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന അത്യാവശ്യം പ്രായമായിട്ടുള്ള പൈക്കളാണ്. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ലാലൂർ ചന്തയിൽ ഇഷ്ടംമാതിരി പൈക്കൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ചന്തയിൽ എന്ന് പറയുന്നത് ഇതുപോലെ കുത്തിവയ്ക്കാറായ നല്ല പൈൻകുട്ടികൾ, ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള പൈൻകുട്ടികൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്തയിൽ. അതിന് ചോദിക്കണ വില എന്ന് പറയുന്നത് 21,000 മേനയുണ്ട്. 21,000 മേനയാണ് അതിന് ചോദിച്ച വില. അത് എങ്ങനെ പോയാലും ഒരു 16 രൂപ 17 രൂപ റേഞ്ചിൽ കിട്ടും. അതിനുള്ള കുട്ടിയുണ്ട്, നല്ലൊരു കുട്ടിയാണ്. കുത്തി വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. കുത്തിവയ്ക്കാൻ ഏകദേശം പ്രായമായിട്ടുണ്ട് അത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു 6-7 പ്രസവമൊക്കെ കഴിഞ്ഞ് ഇതുപോലത്തെ പൈക്കൾ ചെറുകിട ഫാമുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നിർത്താൻ പറ്റിയ പൈക്കൾ. വലിയ രീതിക്ക് പാലല്ല, ഒരു 5 ലിറ്റർ 6 ലിറ്ററൊക്കെ രാവിലെ കിട്ടുന്ന ടൈപ്പ് പൈക്കൾ കേട്ടോ. ചിലതിൻ്റെ മടിയിലൊക്കെ നീരുണ്ട് നല്ല രീതിക്ക്, അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇന്ന് വന്ന ചന്തയിൽ വന്ന 2 കാളക്കുട്ടികളുണ്ടാവും. ഒരു ഹല്ലിക്കറിൻ്റെയും ഒരു കാങ്കയത്തിൻ്റെയും 2 കാളക്കുട്ടികൾ. വളർത്താൻ പറ്റിയ നല്ല കാളക്കുട്ടിയാണ്. ഹല്ലിക്കറിൻ്റെ കാളക്കുട്ടി അത്യാവശ്യം പെരുന്നാളിൻ്റെ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയതാണ്, ഉടയ്ക്കാത്ത മൂരിക്കുട്ടിയാണ്. അതുപോലെ തന്നെ കാങ്കയത്തിൻ്റെ ആണെങ്കിൽ ഉടച്ചുള്ളതാണ്ടാവും. അപ്പോൾ അത് പെരുന്നാളിൻ്റെ ആവശ്യത്തിന് പറ്റില്ല. അതുപോലെ തന്നെ ഇന്ന് ചന്തയിൽ വന്ന ഒരു വലിയൊരു എരുമയുണ്ട്. ഇത് വളർത്താനും കാര്യങ്ങൾക്കൊന്നും പറ്റാൻ വഴിയില്ല. കാരണം നെയ്യ് മുട്ടിയിട്ട് ചെന പിടിക്കാണ്ടൊക്കെ കട്ടിങ്ങിന് ഒഴിവാക്കിയിട്ടുള്ള ഒരു എരുമയാണത്. അത്യാവശ്യം നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു എരുമ കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉള്ള എരുമയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കുന്നതാണ് ആൾക്കാർ. വീട്ടിൽ വളർത്തിയിട്ട് കുറേ വട്ടം കുത്തി വെച്ചിട്ട് ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കുന്നതാണ്. അതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്കൊന്നും അറിയില്ല, അതിൻ്റെ ആൾക്കാരെ കണ്ടില്ല. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നിൽക്കുന്ന എരുമകളൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് കട്ടിങ്ങിനൊക്കെ പോണ എരുമകളുണ്ടാ. ആ എരുമ ഭയങ്കര ക്ഷീണമാണ്. ചിലരൊക്കെ അങ്ങനത്തെ എരുമകളെ കൊണ്ടുപോയി നന്നാക്കി കോൾപ്പാടങ്ങളിലൊക്കെ കെട്ടിയിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ കയറ്റി നല്ല വിലയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് തീരെ ഇറച്ചില്ലാത്തൊരു എരുമയാണത്. കട്ടിങ്ങിനാണ് പോകുള്ളൂ. അതിൻ്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞത് ഈ എരുമക്കുട്ടി. അതുപോലെ തന്നെ ഇന്ന് ചന്തയിൽ വന്ന പോത്തുകുട്ടികളുണ്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടികൾ കേട്ടോ. നല്ല രീതിക്ക് ഇപ്പം തന്നെ നല്ല രീതിക്ക് നന്നായി നിൽക്കണ ഒരു ടൈപ്പ് കുട്ടികളുണ്ട്. അതൊക്കെ ക്വാളിറ്റി ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കുട്ടികളായിരുന്നു ചന്തയിൽ, ലാലൂർ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്
പെരുന്നാൾ കഴിഞ്ഞ് തിക്കും തിരക്കും ഒതുങ്ങിയെങ്കിലും പോത്തുകുട്ടികൾക്ക് വരവിനും കാര്യങ്ങൾക്കൊന്നും കുറവില്ല. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ഈ ആഴ്ചത്തെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് പോത്തുകുട്ടികൾക്ക് അത്യാവശ്യത്തിന് വില കുറവും ഉണ്ടായിരുന്നു. വലിയ കുറവൊന്നും അല്ല, എന്നാൽ അത്യാവശ്യത്തിന് കുറവ്. അതുപോലെ തന്നെ പോത്തുകുട്ടികൾക്ക് ഒരു കുറവുമില്ല. കാരണം അത്രയധികം പോത്തുകുട്ടികൾ എല്ലാ ആഴ്ചയിലും ചന്തയിൽ വരുന്നുണ്ട്. പല ടൈപ്പ് കുട്ടികൾ, ഒരു 12 രൂപ 13 രൂപ റേഞ്ച് തൊട്ട് മേലേക്കുള്ള ഇഷ്ടംമാതിരി കുട്ടികൾ എല്ലാ ചന്തയിലും വരുന്നുണ്ട്. ലാലൂർ ചന്തയിൽ ഇത്രയധികം പോത്തുകുട്ടികൾ വലിയ വലിയ ചന്തകളിൽ വരുന്നുണ്ടോ എന്ന് വരെ സംശയം. കാരണം അത്രയധികം കുട്ടികളാണ് ലാലൂർ ചന്തയിൽ വരുന്നുണ്ട്. വേണ്ട ഇഷ്ടംമാതിരി പോത്തുകുട്ടികൾ, ചന്ത നിറച്ച് പോത്തുകുട്ടികൾ എന്ന് പറയാം. പല ടൈപ്പ് നാടന്മാരുണ്ട്, ഈ നിൽക്കണ നാടൻ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് വലുതാവണ മുറ ക്രോസ്, ജാഫ്രാബാദിയുടെ, നീലി രവിയുടെ ഒക്കെ കുട്ടികളിൽ മിക്സ് വരുന്നുണ്ട്. അത് നോക്കിയെടുക്കുക. ഈ നിൽക്കണ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല ഇടനീളം ഹൈറ്റും കാര്യങ്ങളൊക്കെയുള്ള കുട്ടികൾ. അതുപോലെ തന്നെ ആ ചേട്ടൻ പിടിച്ച് കെട്ടാൻ നോക്കണ കുട്ടിയും അത്യാവശ്യം നല്ല രീതിക്ക് വളരുന്ന ടൈപ്പ് കുട്ടികളുണ്ട് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരെങ്കിൽ പോരെ ലാലൂർ ചന്തയ്ക്ക്. എല്ലാ വെള്ളിയാഴ്ച ലാലൂർ ചന്ത. പരമാവധി നേരത്തെ എത്താൻ ശ്രമിക്കുക. കാരണം നേരത്തെ കൂട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ മേടിച്ച് മാറ്റി കെട്ടാം. കാരണം ഒരുവിധ ആൾക്കാരും കച്ചവടക്കാരൊക്കെ നല്ല കുട്ടികളൊക്കെ അതിന് തിരഞ്ഞ് പിടിക്കും, നേരം വെളുത്ത് ആൾക്കാർ വന്നു തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ പരമാവധി നേരത്തെ എത്താൻ ശ്രമിക്കുക. അത് ഇതുപോലത്തെ കടിഞ്ഞൂല് പൈൻകുട്ടികൾ, കുത്തിവയ്ക്കാറായ പൈൻകുട്ടികൾ ഒക്കെ വരുന്നുണ്ട് ലാലൂർ ചന്തയിൽ. അതുപോലെ തന്നെ നല്ല നല്ല ആടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലാലൂർ ചന്തയിൽ. ആടുകൾ അധികം ഉണ്ടാവില്ലെങ്കിൽ കൂടിയും നല്ല പാലാടുകൾ ഒരു കുറഞ്ഞതൊരു 10-15 രൂപ എണ്ണമൊക്കെ എല്ലാ ആഴ്ചയിലും ലാലൂർ ചന്തയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കണ്ട പൈൻകുട്ടികൾ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയുള്ള കുട്ടികൾ, കുത്തിവയ്ക്കാറായ പൈൻകുട്ടികൾ, ചിന്താമണി ബ്രീഡ് എന്നൊക്കെ പറയില്ല, അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ, കുത്തിവയ്ക്കാറായ നല്ല ഹൈറ്റ് നീളമുള്ള പൈൻകുട്ടികൾ എല്ലാ ആഴ്ചയിലും ചന്തയിൽ വരുന്നത്. ഒരു തള്ളയും പൈൻകുട്ടികൾ, ആ വലിയ പശുവിൻ്റെ വലിപ്പം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ഹെവി പശു ഉണ്ടത്. അതിൻ്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞത് ഈ പൈൻകുട്ടി. രണ്ടിനും കൂടി ചോദിക്കണ വില എന്ന് പറയുന്നത് 55,000 രൂപയുണ്ട്. രണ്ടിനും കൂടി ചോദിച്ചതാണ് 55,000 രൂപ. 2 പൈക്കും കുട്ടിക്കും കൂടി ചോദിച്ചതാണ്. തനിച്ച് പിരിച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. നല്ല ക്വാളിറ്റിയുള്ള പൈൻകുട്ടിട്ടാ. ആ പൈനേക്കാളും എങ്ങനെ പോയാലും പാല് കൂടുതലാണ് കിട്ടുള്ളൂ ആ കുട്ടിക്ക്, അത്ര നല്ല ക്വാളിറ്റിയാണത്. അപ്പോൾ ഇങ്ങനത്തെ കന്നുകളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോരുക ലാലൂർ ചന്തയ്ക്ക്. പരമാവധി നേരത്തെ എത്താൻ ശ്രമിക്കുക. നേരത്തെ എത്തിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കന്നുകളെ, പശുക്കളെയും പോത്തുകുട്ടികളെയും കിട്ടും. അതെ, ഇവിടെ ഈ സെക്ഷനിലൊക്കെ ഇഷ്ടംമാതിരി പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ കുറച്ച് മിക്സ് കുട്ടികളുണ്ട്, നല്ല കുട്ടികളുണ്ട്, ആന്ധ്ര കന്നുകളുണ്ട്. അപ്പോൾ നോക്കി എല്ലാവരും സെലക്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഈ സെക്ഷനിലൊക്കെ അടിപൊളി കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ ചെറിയ കുട്ടികളാണ്, അവരവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒത്ത കുട്ടികൾ അവിടെ കിട്ടൂട്ടാം. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ ഉണ്ട്. ഈ സെക്ഷനിലൊക്കെ തീരെ ചെറിയ കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഒരു 90 കിലോ അല്ലെങ്കിൽ 100 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന കുട്ടികളാണ് ഈ സെക്ഷനിൽ നിൽക്കുന്നത്. ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി നല്ല കുട്ടിയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് കേട്ടോ. അതേ ഈ സെക്ഷനിലൊക്കെ നമ്മളോട് പലരും ചോദിക്കുന്ന കാര്യമാണ്, പോത്തുകുട്ടികൾക്ക് വില കുറഞ്ഞ ചന്തയിൽ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ? പോത്തുകുട്ടികൾക്ക് നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ മേടിക്കുക. അല്ലാണ്ട് ഇനി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് നവംബറേക്ക് എത്തി കഴിഞ്ഞാൽ വീണ്ടും പോത്തുകുട്ടികൾക്കും കന്നുകൾക്കൊക്കെ വില കൂടും. പിന്നെ ഡിസംബറായി, അത് കഴിഞ്ഞ് പിന്നെ ഈസ്റ്ററായി, അത് കാരണം പോത്തുകുട്ടികൾക്കൊക്കെ വില കൂടും. അപ്പോൾ ഇനിയും പോത്തുകുട്ടികൾ എടുക്കാനുള്ളവരൊക്കെ നേരത്തെ കണ്ടുവന്ന് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചന്തയിലൊക്കെ വിലയൊന്നും ഇരുന്ന സമയമുണ്ടോ, ഇപ്പോൾ കണ്ട് വേഗം വന്ന് എടുക്കുക. അപ്പോൾ ലാലൂർ ചന്തത്തെ ഈ ആഴ്ചത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.